പഠനത്തോടൊപ്പം വരുമാനവും കണ്ടെത്താൻ വിദ്യാർത്ഥികൾ തുടങ്ങിയ കൂൺ കൃഷി സൂപ്പർ ഹിറ്റായി. കോഴിക്കോട് ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജിലെ ബോട്ടണി വിദ്യാർത്ഥികളാണ് കൂൺ കൃഷിയിൽ വിജയഗാഥ തീർത്തത്. രണ്ടു വർഷം മുൻപ് അന്നത്തെ ബോട്ടണി 3ാം വർഷ വിദ്യാർത്ഥികൾ കേവലം 15 ബെഡുകളുമായി തുടങ്ങിയ സംരംഭമാണ് ദേവ്ഷ്റൂം. ഇന്ന് 90 മഷ്റൂം ബെഡുകളുള്ള വിപുലമായ യൂണിറ്റാണ് ഇവരുടേത്. സ്റ്റുഡൻസിൻ്റെ മാക്സിമം സപ്പോർട്ട്, അതുപോലെ തന്നെ കോളേജ് മാനേജ്മെൻറ്റിൻ്റെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും മാക്സിമം സപ്പോർട്ടോടുകൂടി ഇത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ഇതിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട് ഒരു ഓൺടർപ്രണർഷിപ്പ് ഒരു രീതിയിലേക്ക് സ്റ്റുഡൻസ് വീട്ടിലും ഇത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. കോളേജ് മാനേജ്മെന്റ് പ്രത്യേകം നവീകരിച്ചു നൽകിയ മുറിയിലാണ് ഗുണമേന്മയുള്ള കൂൺ ഉൽപാദനം നടക്കുന്നത്. ചിപ്പി കൂണും മനോഹരമായ പിങ്ക് ഓയിസ്റ്റർ കൂണുമാണ് വിദ്യാർത്ഥികൾ കൃഷി ചെയ്തെടുക്കുന്നത്. ഇവിടെ നമ്മൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ വർഷം 2 വെറൈറ്റീസ് ഓഫ് മഷ്റൂം ചെയ്യുന്നുണ്ട്. പ്ലൂറോട്ടസ് സ്പീഷീസിൽ പെട്ടിട്ടുള്ള ചിപ്പിക്കൂൺ, മലയാളത്തിൽ ചിപ്പിക്കൂൺ എന്നാണ് പറയുക. ഇതിൻ്റെ വൈറ്റ് കളറും പിങ്ക് കളറും ചെയ്യുന്നുണ്ട്. പിങ്ക് കളറിന് കുറച്ചുകൂടി ആന്തോസയാനിൻ കണ്ടന്റ് ഉള്ളതുകൊണ്ടും പിന്നെ കൊളസ്ട്രോൾ റെഡ്യൂസിങ് പ്രോപ്പർട്ടീസും ഉണ്ട്, ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടീസും ഉണ്ട്. 100 ഗ്രാംസിൻ്റെ ബോക്സ് ആയിട്ടാണ് വിതരണം ചെയ്യുന്നത്. 100 ഗ്രാംസിന് 40 രൂപ എന്ന തോതിലാണ്. പ്രധാനമായും ദേവഗിരി ചാപ്പലിലേക്കാണ് വിതരണം ചെയ്യുന്നത്. പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും, മറ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും, പിന്നെ ചുറ്റുമുള്ള വിദ്യാലയത്തിലെ അധ്യാപകർക്കും കൊടുക്കുന്നുണ്ട്. പിന്നെ കോളേജ് സമയത്തിന് ശേഷം വൈകിട്ടും രാവിലെയാണ് ഞങ്ങൾ ഇതിനുള്ള സമയം കണ്ടെത്തുന്നത്. ബോട്ടണി ഡിപ്പാർട്ട്മെന്റിന്റെ റിവോൾവിംഗ് ഫണ്ടിൽ നിന്നുമാണ് കൃഷിക്കുള്ള തുക കണ്ടെത്തുന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന പുതിയൊരു സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഔട്ട്കം എന്തുമാത്രം ഉണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികൾ പഠിച്ച കാര്യം പ്രാക്ടിക്കലായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കുട്ടികൾക്ക് കിട്ടുന്നൊരു അവസരമാണിത്. തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട്. ലാഭം കൃഷിയിൽ പങ്കാളികളായ വിദ്യാർത്ഥികൾക്ക് തന്നെ വീതിച്ചു നൽകുകയാണ് ചെയ്യുന്നത്. ഈ വിദ്യാർത്ഥികൾ ക്യാമ്പസ് വിടുമ്പോൾ അടുത്ത ബാച്ചിന് കൃഷി കൈമാറും. പഠനത്തോടൊപ്പം ഒരു മികച്ച വരുമാന സാധ്യത കൂടി കണ്ടെത്തുകയാണ് ദേവ്ഷ്റൂമിലൂടെ ദേവഗിരിയിലെ കുട്ടികൾ. അവരുടെ മുൻഗാമികൾ തുടങ്ങിവെച്ചത് വർദ്ധിത വീര്യത്തിൽ ഇപ്പോഴും തുടരുകയാണ് ഈ മിടുക്കർ. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.